ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ആൻഡ് കുക്കീസ്. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറേ നാളുകളായിട്ട് കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് സപ്ലൈസ് ആണ് കേട്ടോ ഇതൊക്കെ. ആൻഡ് ഫസ്റ്റ് തന്നെ ഭയങ്കര കളർഫുള്ളായിട്ട് ഫ്ലവേഴ്സിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചു. ആൻഡ് ഈ ഫ്ലവേഴ്സ് കാണിക്കുന്നതൊന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചതൊന്നുമല്ല. ഞാനിങ്ങനെ കളക്ട് ചെയ്ത് ഒന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് കുറേ പേര് തരാറുണ്ട്. അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തരാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു കളക്ഷൻസൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് ലീവ്സും ഉണ്ട്. ഇതും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടൊന്നുമല്ല. പിന്നെ അക്വേറിയത്തിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ എൻ്റെ അക്വേറിയം പൊട്ടിപ്പോയപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ പെൻ കളക്ഷൻസ്, ഇത് ആക്ച്വലി എൻ്റെ ഏട്ടൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പെൻസാണ്. പിന്നെ ഈ മഞ്ചാടിക്കുരു, ഇത് ഞാൻ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ചാടിക്കുരുവാണ് കേട്ടോ. പിന്നെ ഷെല്ല് എനിക്ക് എപ്പോൾ ബീച്ചിൽ പോയാലും ഷെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് കുറേ നാളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടില്ലേ, വിള്ളലും വടുവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കുറേ പൊട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷെൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് നമുക്ക് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ കുറേ കളർ കല്ല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്വേറിയം ഉണ്ടായിരുന്നു, അപ്പോൾ പൊട്ടിപ്പോയപ്പോൾ അതിൻ്റെ കളർ കല്ലുകളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ആൻഡ് അതിൻ്റെ 2-3 ഐഡിയ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഈ ഒരു എന്താ പറയുക, ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഈ കുറേ മിറേഴ്സ്, ഇതും ഞാൻ കുറേ കാലങ്ങളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പോക്കറ്റ് മിററിനും അല്ലാതെ പൊട്ടിയതൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ പൈൻ മരത്തിൻ്റെ കായാണ്. മൂന്നാറും കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നമുക്കിത് ഒത്തിരി കിട്ടും. അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇത് വെച്ച് നമ്മൾ ക്രിസ്മസിന് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടു നോക്കുക. പിന്നെ പിസ്താഷ്യല്, ഇതെൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ഇത് ഞാൻ ഇതേപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ഓരോരുത്തർ തരുന്നതാണ് കേട്ടോ, ഇങ്ങനെ ഇതൊക്കെ. ഇനി ഇത് കുറേ ബോട്ടിൽസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫാബ്രിക്കിൻ്റെയും ഗിൽട്ടറിൻ്റെയൊക്കെ ബോട്ടിൽസൊക്കെയാണ്. പിന്നെ ഇതാണ് റെസിൻ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കുറേ കീ ചെയിൻസ് ആണ്. ഞാൻ പണ്ട് റെസിൻ കൊണ്ട് ഇങ്ങനെ ആർട്ടൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് അത് മൊത്തത്തിൽ നഷ്ടമായപ്പോൾ ഞാൻ നിർത്തിയതാണ്. അപ്പോൾ സംഭവം എനിക്ക് റെസിൻ ആ സമയത്ത് ചെയ്യാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ നമുക്ക് മുതലാവണ്ടേ, കുറേ കാശ് കൊടുത്തിട്ട് ഇങ്ങനെ റെസിൻ വാങ്ങിച്ച് ചെയ്തിട്ട് ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പാളിപ്പോയി ഗൈസ്. അതായത് ഞാൻ ഭയങ്കര കുറഞ്ഞ വിലയ്ക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ആൾക്കാരൊന്നും വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല. അത് കാരണം പിന്നെ ഞാൻ നിർത്തി. ആ സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണിത്, ഈ ഒരു കീ ചെയിൻ്റെ സെറ്റൊക്കെ. ഇതാണെങ്കിൽ കുറേ മോഡൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയും ഞാൻ കുറേ പൈസയൊക്കെ തുളച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വരികയായിരുന്നു. എനിക്കറിയാം ഈ വീഡിയോ കുറച്ച് ബോറിംഗ് ആണെന്ന്, പക്ഷെ നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഇട്ടത്. എനിക്കും ഇത് ഇടാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, പക്ഷേ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ, കാരണം നമ്മൾ ചാനലിൽ വീഡിയോ ഇടാൻ മാത്രം സംഭവമൊന്നും ചെയ്യാത്ത കാരണമാണ് ഷോർട്സ് മാത്രമായിട്ട് ഇടുന്നത്. പിന്നെ നേരത്തെ കാണിച്ചത് മറ്റേ വെള്ളത്തിലിടാൻ പൊങ്ങുന്ന സാധനം ഉണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേര്, ബബിളോ എന്തോ, അതും പിന്നെ കുറച്ച് തെർമോക്കോൾ ബോൾസുമാണ്. പിന്നെ എനിക്ക് മറ്റേ സാധനത്തിനോട് ഭയങ്കര ക്രേസാണ്, വെള്ളത്തിലിട്ടാൽ പൊങ്ങുന്ന സാധനത്തിനോട്. അപ്പോൾ അതും കൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ എനിക്ക് ക്രേസുള്ളതാണ് ഈ ഗിൽട്ടർ കളക്ഷൻ, നല്ല ഇഷ്ടമാണ് ഈ ഗിൽട്ടേഴ്സ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ റെസിൻ ചെയ്യണ സമയത്തും ഞാനിങ്ങനെ കുറച്ച് ഗിൽട്ടേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത്രയും ഗിൽട്ടർ കേട്ടോ. പിന്നെ കുറച്ച് ജ്വല്ലറി സ്വീക്കൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ഒന്നിനും യൂസ് ചെയ്യാറില്ല മാത്രം. ഇതാണ് മറ്റേ സിൽവർ ഫ്ലേക്സ്, ഗോൾഡൻ ഫ്ലേക്സ് എന്നൊക്കെ പറയുന്നത്. കടയിൽ ഇതിനിങ്ങനെയാണ് പേര്. അതായത് റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ റെസിൻ ആർട്ടിന് വേണ്ടി ഞാൻ കുറേ പൈസയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് റെസിൻ ആർട്ട് വാങ്ങിച്ച് ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം, പക്ഷേ മെല്ലെ നമുക്ക് പൈസയൊക്കെ കിട്ടുമ്പോൾ ചെയ്യാം. പിന്നെ നേരത്തെ കാണിച്ച ഫെദറും പിന്നെ കുറച്ച് സ്വീക്കൻസൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ, ജ്വല്ലറി ആർട്സൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. അത് കാരണം ഞാനിങ്ങനെ വാങ്ങിക്കുമ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നതാണ്. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ അയൺ ചെയ്തിട്ട് ഡ്രസ്സിൽ വെച്ച് അയൺ ചെയ്ത് അത് ഇങ്ങനെ ഡ്രസ്സിൽ പതിയെന്നാണ് പറഞ്ഞത്. ആൻഡ് ഇതും കുറേ കാലമായി വാങ്ങിച്ച് വെച്ചിട്ട്, പക്ഷേ ഇതുവരെയായിട്ടും എനിക്ക് ഇത് വെക്കാൻ മാത്രം ഒരു ഡ്രസ്സൊന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് അതിൻ്റെ ഡിസൈൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല.
പിന്നെ ഇതേ കുറച്ച് വൂളൻ ത്രെഡ്സ് ഉണ്ട്. പിന്നെ ഗോട്ടി കളക്ഷൻ, അതാണ് എൻ്റെ മെയിൻ വീക്ക്നെസ്, ഗോട്ടി കളക്ഷൻ. ഇതൊക്കെ എനിക്കറിയില്ല, അങ്ങനെ ഞാൻ കുറേ ആക്രി സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കളയാൻ മനസ്സില്ലാതെ കൂട്ടി വെച്ചിരിക്കുന്നതാണ് ഇതേ കാണുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ക്യൂട്ട് അടിപൊളി സ്റ്റിക്കേഴ്സൊക്കെയാണ്. ആൻഡ് ഈ സ്റ്റിക്കേഴ്സൊക്കെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടും ഉണ്ടാവും, നമ്മൾ കുറച്ച് ഷോർട്സ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.